Myself, Rekha Krishna, dietitian at Avitis Institute of Medical Sciences. Every year, the Nutrition Week is celebrated from 1st to 7th September. Each year, we have a theme. ഈ വർഷത്തെ തീം എന്താണെന്ന് വെച്ചാൽ പോഷൻ മാ SAM ഫസ്റ്റ് 1000 ഡേയ്സ് ഓഫ് ലൈഫ്. അതിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ SAM എന്ന് പറയുന്നത് സിവിയർ അക്യൂട്ട് മാൽന്യൂട്രിഷൻ ആൻഡ് ഫസ്റ്റ് 1000 ഡേയ്സ് ഓഫ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്ന കാലം മുതൽ ആ കുഞ്ഞിന് ജന്മം നൽകി 2 വർഷ കാലയളവിനെയാണ് നമ്മൾ ഈ ഫസ്റ്റ് 1000 ഡേയ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ തീം വന്നത്? നമ്മൾ ഒരു കുഞ്ഞിന് ആദ്യ ദിവസം മുതൽ 1000 ദിവസം വരെ പോഷകം പൂർവമായ ആഹാരങ്ങൾ എത്രത്തോളം നൽകുന്നുവോ അതിൻ്റെ ഇമ്പാക്റ്റ് ആ കുഞ്ഞിന് ജീവിതകാലം മുഴുവൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ന്യൂട്രിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നത്. അത് എങ്ങനെ കിട്ടും? ഒരു അമ്മയിലൂടെയാണ് കുഞ്ഞിന് ആ പോഷകം കിട്ടുന്നത്. സോ ആ അമ്മയ്ക്ക് നമ്മൾ പോഷകപൂർവ്വ ആഹാരങ്ങൾ കൊടുക്കണം എന്ന് ആ 1000 ദിവസം കാലയളവിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ചീഫ് ഡയറ്റീഷ്യൻ ശശികല മാം ആൻഡ് എൻ്റെ കൊലീഗ് സന്ധ്യ നിങ്ങളെ ഡോക്ടേഴ്സ് ഫ്രട്ടേണിറ്റിക്ക് അടുത്ത് കൊണ്ടുപോകും. എന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം ഡോക്ടേഴ്സിന് ന്യൂട്രിഷൻ എത്ര ഇമ്പോർട്ടൻസ് കരുതുന്നു എന്നുള്ളത് നമുക്ക് അവരിലൂടെ മനസ്സിലാക്കിയെടുക്കാം. ലെറ്റ്സ് വാച്ച്. Healthy eating should start as early as possible, preferably in the adolescent years, because pre-pregnant health status ആണ് പ്രഗ്നൻസിയിൽ അവരുടെ ഹെൽത്ത് എങ്ങനെയാണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം ഒരു ലേഡി ഹൂസ് പ്രിപ്പയറിംഗ് ഫോർ ഹർ പ്രഗ്നൻസി, if she starts being careful about what she eats, how she eats, all those things are very vital. നമ്മുടെ നാട്ടിൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള, you don't have to go for very expensive fruits or vegetables or anything. Locally available ആയിട്ടുള്ള അധികം ട്രാവൽ ചെയ്യാത്ത ഫുഡ് വെച്ചിട്ട് frequent small meals, plenty of fluids, rich fiber ഉള്ള food, that is good for everyone, not just pregnant women, for everyone. Even people, polycystic ovaries is a very common problem these days. Young girls, especially married, unmarried, all of them have this problem. So healthy eating modifies their lifestyle starting from the adolescent years. If they are brought up healthy, if we stress the value of healthy eating plus good exercise, that will bring up healthy future. All the girls will be much healthier. That is what I feel. It is not just healthy eating in pregnancy. If you are used to eating healthy, you will naturally continue that in pregnancy. That will give you a healthy pregnancy throughout. You will be all right. Even if you do have vomiting and minor problems in pregnancy, those can be tackled a lot easier if you eat healthy always. Then even the small problems in pregnancy like hypertension, diabetes can be tackled well with minor rearrangements of their diets, proper eating methods from their childhood days. We can cut down on all the processed sugars, reduce the number of visits to the bakeries. If we give them a ball to play with instead of the mobile, maybe the future will be a lot more healthier than the present generation. That is what I feel. So healthy eating should start a lot before even marriage. I would say adolescent years are the best times to start telling them about the healthy eating and future. Whatever they plan to do in future can be planned a lot easier if they have a basic solid foundation, healthy. 2020 നാഷണൽ ന്യൂട്രീഷണൽ വീക്കിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ മുദ്രാവാക്യം തന്നെ പോഷൻ മാ എന്നുള്ളതാണ്. അതിനർത്ഥം ഒരു കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്നത് മുതൽ ആദ്യത്തെ 1000 ദിവസങ്ങൾ എങ്ങനെയാണോ നമ്മൾ ആ കുഞ്ഞിൻ്റെ ഭക്ഷണശീലങ്ങളെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്, അതിനാണ് ഇത്തവണ നാം പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു കുഞ്ഞ് ഏറ്റവും കൂടുതൽ ശാരീരികമായും മാനസികമായും രൂപാന്തരം പ്രാപിക്കുന്ന ഒരു സമയമാണ് ആദ്യത്തെ 2 വർഷം. അതായത് ജനിക്കുന്ന സമയത്ത് ചിലപ്പോൾ 2.5 കിലോയോ 3 കിലോയോ ഉള്ള കുട്ടി 1 വയസ്സാവുമ്പോഴേക്കും ആകുന്നത് ഏകദേശം 10 കിലോയോളമാണ്. 2 വയസ്സാവുമ്പോഴേക്കും ഒരു 12 കിലോ ഒക്കെ ആവണം. അതായത് ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ഒരു വർഷത്തിൽ ഇത്രയും കൂടുതൽ നോർമലായ രീതിയിൽ ഒരിക്കലും ഒരു കുഞ്ഞ് വെയിറ്റ് കൂടുന്നില്ല. അതുപോലെ തന്നെയാണ് ജനിച്ച ഒരു കുഞ്ഞ് എത്ര ദിവസങ്ങൾക്കുള്ളിലാണ് കഴുത്തുറയ്ക്കുന്നതും ഇരിക്കുന്നതും 1 വയസ്സാവുമ്പോഴേക്കും ഓടി നടക്കാൻ തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ട ഏറ്റവും വലിയ ഊർജത്തിന്റെ സ്രോതസ് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമാണ്. പലരും ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണതയാണ് 6 മാസം വരെ മുലപ്പാൽ മാത്രമാണ് കൊടുക്കേണ്ടത് നമുക്കറിയാം. അത് കഴിഞ്ഞാൽ
പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ പല സമയങ്ങളിലായി ആ കുഞ്ഞിന് കൊടുത്തു തുടങ്ങി. 1 വയസ്സാവുമ്പോഴേക്കും ആ കുഞ്ഞ് നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണമാണ് കഴിച്ചു തുടങ്ങേണ്ടത്. അതിന് ഫാമിലി പോട്ട് ഡയറ്റ് എന്നാണ് പറയുക. പക്ഷെ പലരും ശരിയായ രീതിയിൽ വേണ്ട സമയത്ത് ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങാത്തത് കൊണ്ട് പല കുട്ടികളും 2 വയസ്സും 3 വയസ്സാവുമ്പോഴും ഭക്ഷണ സാധനങ്ങൾ ശരിക്ക് കഴിക്കാത്ത ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഒരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഭാവിയുടെ എല്ലാ തരത്തിലുള്ള ആരോഗ്യവും അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പല അസുഖങ്ങളും എല്ലാത്തിൻ്റെയും മൂല കാരണം അല്ലെങ്കിൽ മൂലഹേതു എന്ന് പറയുന്നത് ആ ആദ്യത്തെ 2 വർഷം നമ്മൾ എങ്ങനെയാണോ ആ കുഞ്ഞിന്റെ ആരോഗ്യ കാര്യത്തിലും ഭക്ഷണ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ നല്ലൊരു രീതിയിലുള്ള ഭക്ഷണ രീതി തുടങ്ങി വെക്കേണ്ട സമയവും ആദ്യത്തെ 2 വർഷമാണ്. Nutrition definitely plays an important part, like in any other specialty. So in orthopedics, like there are diseases like osteoporosis and osteoarthritis, which actually in the early stages we can manage with nutrition and lifestyle modifications. So healthy balanced diet as instructed by the dietitian, if the patient follows that, it definitely helps us in the early stages. Now as regards a child, if a child is taking a balanced diet, it not only helps in his growth, but it also prevents future problems. So for example, if a child is obese, that will cause more weight on the load-bearing joints like knee, which will lead to osteoarthritis. So definitely we depend a lot on nutrition and a good balanced diet, which will help our treatment of these patients. The nutritional management is a very important aspect of management of every patient, but that is especially so in neurology patients, and I more so in 2 of the neurological conditions. One is epilepsy, which is my area of specialization, and then after that we will also come to the neuromuscular disorders, where again it's extremely important. With respect to epilepsy, a lot of data is emerging nowadays that the nutrition has got a lot to do with the epileptogenesis, that means generation of seizures, and how epilepsy is going to be controlled. Our intestinal microorganisms, which we call microbiota, contribute significantly to our body function, especially the brain function. And the intestinal microbiota is actually influenced without telling that. All of you know that it's highly influenced by the diet which we take. Yeah, one mode of therapy for epilepsy which are not controlled by the medication is the ketogenic diet. The ketogenic diet possibly controls or influences epilepsy by changing the microorganisms in the gut. So that is one way of connection. And this not in addition to ketogenic diet, which is a severe, which is a highly restricted form of high fat, high protein and very low carbohydrate diet, even a minor modifications of these kind of diet have been shown to be useful, beneficial in the control of epilepsy. There are several reasons which I already mentioned to you, in which the dietary management or educating the patient regarding the proper diet is a part of the epilepsy management in every patient, but more so in those patients who are not controlled by the medications. Now, going into the neuromuscular disorders, the neuromuscular disorders means either there is a significant degree of wasting or atrophy of the muscles, which are largely related to their disruption of their nerve supply. And many of these patients will lose weight significantly because there is a protein breakdown within their muscles. And a major part of their management again is by providing high protein diet and all, and in addition to the exercise. Although the exercise is the one which stimulates the muscle fibers, but if the muscle fibers doesn't have enough nutrition in the form of protein, the stimulation alone will not help. So the dietary management again becomes a very important aspect of the neuromuscular disorders. With respect to cerebrovascular diseases like stroke, again a major risk factor is the lipid abnormalities, which are significantly contributed, and there are several studies in addition to aging, hypertension, diabetes, hypercholesterolemia, etc.,
obesity itself is a significant factor, not only for propensity to develop stroke, but also their outcome is concerned. So I think the taking care of our nutrition has been advocated in Ayurveda. Ayurveda, as you know, is the information or the advice as to how to keep healthy, not how to treat diseases. So the nutritional, let us say, the taking care of our daily nutrition is more than the treatment of diseases. It helps you to prevent a variety of all the kinds of disorders which the human beings suffer now, and especially the neurological disorders. In general, there are two things for a healthy person. One is think good, eat good. That covers everything. Now, specifically regarding neurology, there are certain illnesses which can be nutrition related and which can be nutrition corrected. Like for instance, nutrition related illnesses. One is nowadays coming up is about Parkinsonism. Parkinsonism is now supposed to be originating in the gut. Okay. The second thing is there are certain diseases which can be corrected by nutritional intervention, like difficult to treat epilepsies in children, where ketogenic diet forms a very important modality when surgery cannot be offered to the patient. So these are just two examples I am saying. But remember the first sentence. Think good, eat good, remain healthy. Have a nice nutrition month, nationally. ഒരു ചൊല്ലുണ്ട്, വാട്ട് യു ഈറ്റ് ആർ യു എന്നൊരു ചൊല്ലുണ്ട്. ഇതിന് ശാസ്ത്രീയമായ പിൻബലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എൻ്റെ കയ്യിലില്ല. പക്ഷേ നമുക്ക് ഊഹിക്കാവുന്നത് പോലെ ഒരു ഗൃഹം നിർമ്മിക്കുകയാണ്. ആ ഗൃഹത്തിൻ്റെ ഉറപ്പ്, അതിനുപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇഷ്ടിക, സിമൻറ്റ്, കമ്പി, ഇതൊക്കെ എത്രത്തോളം നല്ലതാണെന്നനുസരിച്ചിരിക്കും അല്ലേ? അതുപോലെ നമ്മുടെ ഈ കാണുന്ന ശരീരം അന്നം കൊണ്ടുണ്ടാക്കിയാണ്. അന്നം എന്ന് വെച്ചാൽ എന്താ? ഭക്ഷണം, കഴിക്കുന്ന ഭക്ഷണം കൊണ്ടുണ്ടാക്കിയാണ്. അതുകൊണ്ട് ഈ ശരീരത്തിൻ്റെ ഉറപ്പ്, അറ്റ്ലീസ്റ്റ് അത് നേരിട്ട് കാണുമ്പോൾ എങ്കിലും ഉള്ള ഉറപ്പ് കഴിക്കുന്നതിനെ ബന്ധിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കുന്നതാണ്. ഒരു സർജൻ എന്ന നിലക്ക് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നു. ഞങ്ങൾ പറയാറുണ്ട്, ഓപ്പറേഷൻ ഞങ്ങൾ ചെയ്യുന്നു എന്നിട്ട് തുന്നിക്കൂട്ടുന്നു. പിന്നെയോ ഉണക്കുന്ന ആരാ? ഉണക്കും ദൈവം എന്ന് പറയും. പക്ഷേ ഞാൻ കുറച്ചുകൂടി താഴോട്ട് വരാം. ഉണക്കുന്നത് രോഗിയാണ്. എങ്ങനെ ഉണങ്ങും? ഉണങ്ങാനായിട്ട് എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ അതേ ബിൽഡിംഗ് ബ്ലോക്സ് ആവശ്യമാണ്. അതുകൊണ്ട് വളരെ സന്തുലിതമായ പോഷകാഹാരം ഒരു സർജൻ എന്ന നിലക്ക് ഞാൻ എല്ലാ രോഗികൾക്കും എപ്പോഴും നിർദ്ദേശിക്കാറുണ്ട്. ന്യൂട്രീഷനിൽ പറയുന്നത് വെച്ചാൽ ഗട്ട് ഈസ് ദ മെയിൻ കൺട്രോൾ ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള കാരണം നമ്മുടെ പ്രോപ്പർ ന്യൂട്രീഷൻ്റെ അഭാവമാണ്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് പറയുന്നത് നിറയെ ഭക്ഷണം കഴിക്കണമെന്നാണ്. പക്ഷേ ഓവർ ദ ഇയേഴ്സ് ദ ടൈപ്പ് ഓഫ് ഫുഡ് നമുക്ക് കിട്ടുന്നതൊക്കെ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ കാലറി കൂടുതലുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. പണ്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഹൈ കാലറി ഫുഡ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അന്നത്തെ ഗൈഡ് ലൈൻസ് പറയുന്നത് കാലറി കൂടുതൽ കഴിക്കണം, നിറയെ ഭക്ഷണം കഴിക്കണം, കാരണം കഠിനാധ്വാനം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളുടെ കഠിനാധ്വാനം പോയി അധ്വാനമേ ഇല്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് നമ്മളുടെ കാലറി റിക്വയർമെൻറ്റ് വളരെയധികം കുറഞ്ഞു വരികയാണ്. നമ്മുടെ ഹെൽത്തിന് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഒരു ആളുടെ കാലറി റിക്വയർമെൻറ്റ്, ഒരു മോഡറേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളുടെ കാലറി റിക്വയർമെൻറ്റ്, സപ്പോസ് ഇറ്റ് മേ ബി 2000 calories. ഇഫ് ആ കാലറി ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാതെ ഒരു സെഡൻറ്ററി ലൈഫ് ആവുകയാണെങ്കിൽ അതിൻ്റെ കാലറി റിക്വയർമെൻറ്റ് വിൽ കം ടു അറൗണ്ട് ഓൾമോസ്റ്റ് ഹാഫ്. ഇത് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഹെൽത്തിന് വേണ്ടി കുറേ ഭക്ഷണം കഴിക്കുക എന്നുള്ള കൺസെപ്റ്റ് മാറ്റി നമ്മളുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണം കഴിക്കുക എന്ന രീതിയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. പാൻക്രിയാറ്റൈറ്റിസ് വരുന്ന രോഗികളിൽ കൊഴുപ്പ് ദഹിപ്പിക്കാനുള്ള കഴിവ് കുറവായിരിക്കും.
കാരണം ലൈപ്പേസ് എൻസൈംസിൻ്റെ അഭാവം കാരണം. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് കൊഴുപ്പ് ദഹിപ്പിക്കാതെ നേരിട്ട് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്ന മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ് ഉള്ള കൊഴുപ്പുള്ളതാണ് നമുക്ക് കഴിക്കേണ്ടിയിരുന്നത്. മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ് നമുക്ക് കമേഴ്ഷ്യലി വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. മറ്റുള്ള എണ്ണകൾ ഉപയോഗിക്കുന്നതിന് പകരം പാങ്ക്രിയാറ്റൈറ്റിസ് ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്ന, ഹൃദ്രോഗം ഉള്ള ആളുകളെ ഞാനിത് ഉൾപ്പെടുത്തുന്നില്ല, പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന അസുഖത്തിന് മാത്രം നമുക്ക് എന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി സേഫ്. അതായത് എണ്ണയുടെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക, ഉപയോഗിക്കുന്ന എണ്ണ വെളിച്ചെണ്ണയാക്കുന്നതാണ് പാങ്ക്രിയാറ്റൈറ്റിസ് രോഗികളിൽ നല്ലത്. അതുപോലെ തന്നെ അതിൽ വേറൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ നമ്മൾ കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന റിഫൈൻഡ് വെളിച്ചെണ്ണകൾ, അതിൽ ഓരോ റിഫൈൻ ചെയ്യുന്നതോറും ഇതിൻ്റെ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് കുറയും. അപ്പോൾ കഴിയുന്നതും അൺറിഫൈൻഡ് വെളിച്ചെണ്ണയായിരിക്കും കുറച്ചുകൂടി നല്ലത്. Like all other specialties, nutrition play a crucial role in treatment and also in prevention of cardiac disease. In most of the other specialties, nutrition play a role in treatment of diseases, but in cardiology we have nutrition which helps in prevention of heart disease and also in the treatment of heart disease. Second, the nutrition, there is a lot of controversies regarding nutrition in cardiology. Like cholesterol is good or bad, and there is an issue about sugar, whether it is good or bad, and these controversies have evolved over the years. So that is why the most important, see, lifestyle modification and nutrition results in around 50% reduction in cardiovascular disease. This is more than aspirin. The benefit of aspirin for prevention of cardiovascular disease is around 30%, while nutrition and health lifestyle modification plays around 50% reduction in cardiovascular disease. So nutrition is very much part of cardiovascular disease management. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം കുറച്ച് പ്രാധാന്യം അറിയിക്കുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ നാട് ഒരു മുമ്പെങ്ങും കാണാത്ത പോലെ ഒരു മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ രോഗചികിത്സയെക്കാളും രോഗപ്രതിരോധത്തിന് ഊന്നൽ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ സംജാതമായിരിക്കുന്നത്. അപ്പോൾ ന്യൂട്രീഷനെ കുറിച്ച് പലരും പല ക്ലാസ്സുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും ഒരു 4 പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 4 പോയിന്റ്സ് പറയാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് പോഷകം ഉള്ള ബാലൻസ്ഡ് ഡയറ്റ്, ശരിയായ പോഷകക്രമത്തിലുള്ള ആഹാരം, ശരിയായ എക്സസൈസ്, സമയത്തുള്ള ഉറക്കം, ഹൈഡ്രേഷൻ, നന്നായി ബോഡിക്ക് ആവശ്യമായ ഹൈഡ്രേഷൻ, വെള്ളം കുടിക്കുക. ഈ ഒരു 4 പോയിന്റ് നിങ്ങൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതിലെല്ലാം ശ്രദ്ധിച്ച് നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ ഒത്തൊരുമിച്ച് ശ്രമിക്കാം. COPD ഉദ്ദേശിക്കുന്നത് നമ്മൾ നോർമലി സിഗരറ്റ് വലിച്ച് ശ്വാസകോശം വർഷങ്ങളായിട്ട് കേടായി വരുന്ന അസുഖത്തിനാണ് നമ്മൾ COPD പറയുന്നത്. ആ COPD അസുഖത്തിൽ മിക്ക സമയങ്ങളിൽ പേഷ്യൻസ് എപ്പോഴും ചുമ കഫക്കെട്ട് അങ്ങനത്തെ ഒരു ക്ഷീണം വന്ന് അവരുടെ ശരീരത്തിൽ വെയിറ്റ് വയ്ക്കാതെ ക്ഷീണിച്ച് ദ്രവിച്ച് പോകുന്ന സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും അവരുടെ ഡയറ്റിനകത്ത് തന്നെ മെഡിസിൻസ് അല്ലാതെ മരുന്നുകൾ സമയത്തിന് കഴിക്കണം ആ അസുഖം ശരിയാക്കാനായിട്ട്. പക്ഷേ ഭക്ഷണം ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒന്ന്, സമയത്തിന് ഭക്ഷണം കഴിക്കണം. രണ്ടാമത്തേത് പോഷകമുള്ള ആഹാരം കഴിക്കണം. ആ പോഷകം വരുന്ന ആഹാരത്തിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്, അങ്ങനെ നമ്മൾ നോർമലി ഒരു മാക്രോ ന്യൂട്രിയൻറ്റ് നമ്മൾ ഫുഡ്സിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ യൂഷ്വലി ഫാറ്റ് കണ്ടൻറ്റും പ്രോട്ടീൻ കണ്ടൻറ്റും കുറച്ച് കൂട്ടിയിട്ട് വേണം അവർക്ക് ഫുഡ് കഴിക്കാനായിട്ട്. കാരണം അത് ബോഡീന് ഇച്ചിരി എനർജി തരും ഇങ്ങനത്തെ ഡിസീസായിട്ട് ഡീൽ ചെയ്യാനായിട്ടും ലങ്സിന് ഹീൽ ചെയ്യാനും റിക്കവർ ചെയ്യാനും എനർജി കിട്ടാൻ വേണ്ടി. അപ്പോൾ അപ്പോഴും നമ്മൾ പ്രിഫറബിളി ഈവൻ നൈറ്റ് ടൈമിൽ ചിലപ്പം പ്രോട്ടീൻ പൗഡർ കൊടുക്കും നൈറ്റിൽ കുടിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി. അതുകൊണ്ട് നൈറ്റിൽ ഫുൾ ബോഡിക്ക് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും എനർജി കിട്ടാൻ വേണ്ടി. അപ്പോൾ അത് അപ്പോൾ നമുക്ക് വെയിറ്റ് ഗെയിൻ വരണം സിവിയർ COPD പേഷ്യൻസിൽ. ആ വെയിറ്റ് ഗെയിൻ അനുസരിച്ച് ആ പേഷ്യൻറ്റിൻ്റെ ഇമ്മ്യൂണിറ്റിയും കൂടും, ഡിസീസ് ടോളറൻസ് കൂടും, പേഷ്യൻ്റെ ഓവറോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഡിസീസ് ആസ്പെക്റ്റിൽ വരും, ഇൻക്ലൂഡിങ് ദി ഫുഡ് ഹാബിറ്റ്സ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നാലേ വരത്തുള്ളൂ വിത്ത് മെഡിസിൻസ്. ഇനി ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ആ ഡിസീസ് വരുന്ന യൂഷ്വലി നമുക്ക് ഓവർ വെയിറ്റ് ആയുള്ള ആൾക്കാർക്കും വല്ലാതെ തടി കൂടി വരുന്ന ആൾക്കാർക്ക് രാത്രിയിൽ ഉറക്കത്തിൽ തൊണ്ടയിൽ തടസ്സം വരുന്നതുകൊണ്ട് ഡിസ്റ്റർബൻസ് വരും. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കണം. നമ്മുടെ വൺ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസീസ് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ വരുന്നത്. എല്ലാ കാറ്റഗറിയിൽ കോമൺ ആയിട്ട് വരുന്നതാണ് ഡയറ്റിംഗ്. നമ്മൾ ഡയറ്റ് ആൻഡ് എക്സസൈസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന എല്ലാ കാറ്റഗറിയിലാണ്.
സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റേജിലാണ് നമ്മൾ യൂഷ്വലി മെഷീൻ അല്ലെ CPAP സപ്പോർട്ട് കൊടുക്കുന്ന ബ്രീത്തിങ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അലോങ് വിത്ത് ദാറ്റ് അഗ്രസീവ്ലി നമ്മൾ അതായത് സർജിക്കലി ബേരിയാട്രിക് സർജറിയോ അങ്ങനത്തെ ഓപ്ഷൻസിന് പോകണ്ട എന്നാണെങ്കിൽ ഗ്രാജുവലി കറക്റ്റ് ഓപ്റ്റിമൽ ഡയറ്റും എക്സസൈസും ചെയ്യുവാണെങ്കിൽ യൂഷ്വലി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് തന്നെ പ്രോട്ടീൻ ലെവലും കൂട്ടും ഡയറ്റിനകത്ത്. അപ്രോപ്രിയേറ്റ്ലി നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കും. കാരണം യൂഷ്വലി ഇങ്ങനത്തെ പേഷ്യൻസിനും ഡയബറ്റിക് മെലൈറ്റസും കാണും, യൂഷ്വലി റെസിസ്റ്റൻറ്റും ആയിരിക്കും ടു നോർമൽ മെഡിസിൻസ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മൾ പ്രോട്ടീൻ ലെവൽ കൂട്ടി ബോഡിയുടെ വെയിറ്റ് മസിൽ ബേസ് ലൈൻ മസിൽ മാസ് കൂട്ടണം. ശരീരത്തിൻ്റെ ഫാറ്റ് മസിൽ പാർട്ടീഷനിങ് ഡിവൈഡ് ചെയ്ത് മസിൽ ഗ്രോത്ത് കൂടും. ഫാറ്റ് അങ്ങനത്തെ സെൽസ് കുറയുമ്പോഴാണ് ബോഡിക്ക് സെൻസിറ്റിവിറ്റി കൂടുന്നത്, ഇൻസുലിൻ്റെ വർക്കും ബെറ്റർ ആവും, ഷുഗറും കൺട്രോൾ ആവും, വെയിറ്റ് കുറയും. ആ വെയിറ്റ് കുറയുന്നതനുസരിച്ച് OSA കമ്പോണൻറ്റും റിക്കവർ ആവും. അപ്പോൾ ഡയറ്റ് രണ്ട് സൈഡിലും ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവെ നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഹൂ ഈറ്റ് റൈറ്റ് ദേ ഡോണ്ട് ഹാവ് ടു അറ്റൻഡ് ദ ഹോസ്പിറ്റൽസ്. Good nutrition keeps the doctor away. So eat right, exercise well, and you don't have to go to a hospital at all. വേറൊരു ഇത് കാണുന്ന പീപ്പിൾ ഹൂ ആക്ച്വലി ഹാവ് ദീസ് മെറ്റബോളിക് ഡിസോർഡേഴ്സ്, അവർ മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ when they eat right they're able to like reduce their weight, and we are actually able to reduce medicines to a considerable extent. This actually helps the elderly population very much. So eat right to keep your doctor away. ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ഇല്ലായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകുന്ന സ്ഥലമാണ് ICU എന്ന് പറയുന്നത്. അപ്പം ICUയിലുള്ള പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത് ഒത്തിരി ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുന്നൊരു ഏരിയയാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ്, വെന്റിലേഷൻ, മറ്റു മരുന്നുകൾ, ഫിസിയോതെറാപ്പി. അപ്പം ഇതിലൊക്കെ ഈ പറഞ്ഞ ഓരോ കമ്പോണൻസിലും അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ആഡിക്വേറ്റ് ന്യൂട്രീഷൻ ഒരു പേഷ്യൻറ്റിന് കിട്ടുന്നില്ലെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ റിക്കവറി സാധ്യമാകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ന്യൂട്രീഷൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ നോർമൽ ആയിട്ടുള്ള ഒരു ഗട്ട് ഫിസിയോളജി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്, അയാളുടെ ആ എന്ത് അസുഖത്തിന് വേണ്ടിയിട്ടാണോ ICUയിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത് അതിൽ നിന്നുള്ള റിക്കവറി എത്രയും പെട്ടെന്ന് സാധ്യമാകുന്നതിന്, ഇതിനൊക്കെ അവർക്ക് വേണ്ട മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും അവർക്ക് വേണ്ടതായ രീതിയിൽ ആഡിക്വേറ്റുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈ ന്യൂട്രീഷൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡയറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ആസ്പെക്റ്റാണ്. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ പോലെ തന്നെയും പൾമോളജിയിലും ന്യൂട്രീഷനിലും വളരെയധികം റോളുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഞാൻ. ഒരു ശ്വാസകോശത്തിൻ്റെ എല്ലാ അസുഖങ്ങൾക്കും ഇതുപോലെ ഈ ഡയറ്റുമായിട്ട് റിലേഷൻസ് ഉണ്ട്. അസുഖം വരാൻ കാരണമായ ഡയറ്റ്സ് ഉണ്ട്, അസുഖം പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഡയറ്റീഷ്യൻ അഡ്വൈസസ് ഉണ്ട്, അതുപോലെ തന്നെ അസുഖത്തിൻ്റെ ഡിസീസ് മോഡിഫിക്കേഷന് വേണ്ടിയുള്ള ഡയറ്റ്സും ഉണ്ട്. ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ആസ്മ, COPD, TB, അതുപോലെ തന്നെ OSA ഇങ്ങനെയുള്ള മറ്റനേകം ഡിസീസസ് ഉണ്ട് പൾമോളജിയിൽ. ഇതിനെല്ലാം ഡയറ്റുമായിട്ട് റിലേഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഒരു ആസ്മ പേഷ്യൻസ് എടുക്കുകയാണെങ്കിൽ ആസ്മ പേഷ്യൻസിന് യൂഷ്വലി നമുക്ക് തണുത്ത ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരാം. അതുപോലെ തന്നെ ആസ്മ പേഷ്യൻസിന് ഈ ഷെൽഡ് ഫിഷസ്, അതായത് ഞണ്ട്, കൊഞ്ച്, കക്ക ഇങ്ങനെയുള്ള ഫുഡ് ഡയറ്റ്സിന് നമുക്ക് മോഡിഫൈ ചെയ്യണം. അത് അവോയ്ഡ് ചെയ്യലാണ്. ചിലർക്ക് അതാണ് വളരെ കോമൺ ആയിട്ട് അലർജി ഉണ്ടാക്കാനുള്ളൊരു കാര്യം. അപ്പോൾ അതും നമ്മൾ ചെയ്യുന്നുണ്ട്, മോഡിഫൈ ചെയ്യുന്നുണ്ട്. രണ്ടാമത് നമുക്ക് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ട്യൂബർക്ലോസിസ്, TB എന്ന് പറയുന്ന അസുഖം. TB എന്ന് പറയുന്ന അസുഖം ഒരു വെയിറ്റ് ലൂസിങ് അസുഖമാണ്. TB വരുന്നവരെ നമുക്ക് വെയിറ്റ് വളരെയധികം കുറയും, ബോഡിയിലെ പ്രോട്ടീൻ കണ്ടൻറ്റ് കുറയും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കണം. എന്തായാലും അവരുടെ ബോഡി അതിൻ്റെ റിക്കവറിക്ക് വേണ്ടിയിട്ട് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് TB പടരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കാത്തതാണ്. ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാത്തത് കൊണ്ടാണ് TB വരാൻ ഒരു കാരണം. പിന്നെ ഇപ്പം നിങ്ങൾക്കറിയുന്ന പോലെ ഇപ്പോൾ കൊറോണ, അതുപോലെ തന്നെ പല ഇൻഫെക്ഷസ് ഡിസീസിനും നമുക്ക് ഇമ്മ്യൂണോ ബൂസ്റ്റിംഗ് ഡയറ്റ്സ് നമുക്ക് അഡ്വൈസബിൾ ആണ്. പലയിടത്തും നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും, പല വൈറ്റമിൻ C പോലെയുള്ള കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടാനുള്ള സാധ്യതയുണ്ട്. ഡയറ്റ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ, പൾമോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. അതുപോലെ തന്നെ OSA എന്ന് പറയുന്ന അസുഖമുണ്ട്, അതായത് അമിതവണ്ണം കാരണം കൂർക്കം വലിയും അതോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രോബ്ലംസും. ഇതിലും നമുക്ക് ഡയറ്റ് മോഡിഫിക്കേഷൻസും ഡയറ്റ് റെസ്ട്രിക്ഷൻസും വെയിറ്റ് റിഡക്ഷൻ മെത്തേഡ്സിനും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഇതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നതാണ്. കൂടുതൽ തിയറീസും സ്റ്റഡീസും ഈയിടെയായിട്ട് ഡയറ്റ്സിൽ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. So till March I was a
very big fan of good food. I used to travel a lot with my friends just for the sake of having good food. And I was least bothered about my health, and I was going on putting weight. Till last March, when I had a second thought about my health, so I consulted our dietitian to do a proper dieting. And through the last 6 months, I've been on good healthy diet along with exercise with our expert physiotherapist, his opinion. And I've been gradually losing weight from around 96 kgs. Now I'm around 77. So over the past 5 to 6 months, I've lost around 18-19 kgs with good healthy diet as well as exercise. So anyway, I'm having around 8 to 10 stay duties per month in my hospital, and even during this busy schedule, I was able to manage the diet as well as exercise to achieve this goal. Even I myself am surprised that I could do it in this busy schedule. So as a doctor, I suggest to everyone, if there is a will, there is a way in weight control also. So everyone can give a try with proper guidance and good self-motivation. You can achieve this goal. പേഷ്യൻസിൻ്റെ ഒക്കെ ഏറ്റവും കോമൺ ആയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എത്ര ഡ്രഗ്സ് കഴിക്കാൻ അവർ വില്ലിങ് ആണെങ്കിലും ഇവരെല്ലാവരും ഡയറ്റ് ചേഞ്ച് ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഇപ്പം നമ്മൾ ഡയറ്റ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ അവർ ആദ്യം ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും ഒരു മരുന്നിൽ മാറ്റം വരുത്തിയാൽ മതി. ഡയറ്റ് ചേഞ്ച് ചെയ്യുന്നതിലാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. ഡയറ്റും എക്സസൈസും ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒന്നുകിൽ മരുന്ന് മൊത്തമായി നിർത്താം, അല്ലാന്നുണ്ടെങ്കിൽ മരുന്നിന്റെ ഡോസ് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാവാവുന്ന ഫ്യൂച്ചർ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ പറ്റും. അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസിയിലും അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫിലും നല്ലൊരു ചേഞ്ച് വരുത്താൻ പറ്റും. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി ഒരു മോർ ദാൻ 95% ഓഫ് പേഷ്യൻസ് ആർ റിലക്റ്റന്റ് ടു ചേഞ്ച് ദെയർ ഡയറ്ററി ഹാബിറ്റ്സ് ആൻഡ് ദേ ആർ ഓൾസോ റിലക്റ്റന്റ് ടു ചേഞ്ച് ദെയർ exercise practice also. They are willing to consume any amount of drugs, willing to do any kind of investigations, but not at all willing to do any simple change in their dietary habits. What I feel about nutrition. So when you think about it, in your life, you do most of the things in life for others actually. So, but the only two things that you do for yourself is exercise and diet. So it goes hand in hand. You need to focus on exercise and diet as well to have a longevity of life and also good quality of life. In this part, നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ ഡയറ്റ് is very very important. As you already said, physiotherapy not only works, diet also is important. Diet എന്ന് പറയുമ്പോൾ ബാലൻസ്ഡ് ഡയറ്റ്, റൈറ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ, റൈറ്റ് എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഇപ്പോൾ എല്ലാവരുടെയും ചിലരുടെ വിചാരമുണ്ട് പ്രോട്ടീൻ മാത്രം എടുത്താൽ മസിൽ മാസ് ഉണ്ടാക്കാമെന്ന്. പക്ഷെ അങ്ങനെയല്ല. യു നീഡ് കാർബോഹൈഡ്രേറ്റ്സ് ആസ് വെൽ, ബിക്കോസ് ഒരു എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചാൽ നമുക്കൊരു ഫ്യൂവൽ പോലെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്പോൾ ഈ മിക്സ് ഓഫ് പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഹാസ് ടു ബി ദെയർ. ദാറ്റ് വിൽ ബി ഗൈഡഡ് ബൈ എ ഡയറ്റീഷ്യൻ. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളായാലും വലിയ ആൾക്കാരായാലും മസിൽ മാസിൻ്റെ, സ്കെൽറ്റൽ മസിൽ മാസിൻ്റെ ഇമ്പ്രൂവ്മെൻ്റാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ വലിയ പിന്നെ വയസ്സായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് മസിൽ വേസ്റ്റിംഗ് ഉണ്ടാകും. അതിൽ നമ്മൾ അതിൻ്റെ മെഡിക്കൽ ടേം സാർക്കോപീനിയ എന്ന് പറയും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ന്യൂട്രീഷൻ കൊടുക്കും. ന്യൂട്രീഷൻ പ്ലസ് അതിനനുസരിച്ചിട്ടുള്ള എക്സസൈസ്. ദാറ്റ്സ് വൈ ന്യൂട്രീഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്കായാലും അവർക്ക് ചില സമയത്ത് ഹൈ പ്രോട്ടീൻ ഡയറ്റ് വേണ്ടി വരും, കാരണം ഗ്രോത്ത് സ്പേർട്ട് ഉള്ളതാണ്. അപ്പോൾ ഈ പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ബോത്ത് ആർ ഇമ്പോർട്ടൻറ്റ് in giving up energy as well as muscle mass. അതുകൊണ്ടാണ് it is very important that both has to go hand in hand. Dietitian as well as physiotherapist has to go hand in hand so that it will be fit in the right manner. Namaskaram. I am Shashikala, Chief Dietitian working for Avitas Institute of Medical Science. നമ്മൾ ഡോക്ടേഴ്സിനെ സംസാരം കേട്ടിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും പറയുന്നത് ഒറ്റ മെസ്സേജാണ്: ഹൗ വി ക്യാൻ സ്റ്റേ ഹെൽത്തി. ആസ് എ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ വി സജസ്റ്റ് eat a right kind of food, choose a right kind of food,
and the most important is the amount what you eat is very important. അത് മാത്രമല്ല, the time that which you take is also important. എന്താ കഴിക്കണേ, എത്രയാ കഴിക്കണേ, സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ടേക്ക് ഹോം മെസ്സേജസ്, ഫുഡിനെ മരുന്ന് പോലെ കഴിക്കുക, അല്ലെങ്കിൽ മരുന്നിനെ ഫുഡ് പോലെ കഴിക്കേണ്ടി വരും. താങ്ക് യു.